എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൻ്റെ HbA1c ടെസ്റ്റ് ചെയ്തു. അത് 6.2-ൽ നിന്ന് 6 കുറഞ്ഞിട്ടുണ്ട്. ഇതുവരെ എനിക്ക് ഇത്രയും കുറഞ്ഞ ഒരു ഷുഗർ വന്നിട്ടില്ല. പക്ഷേ എൻ്റെ ലിപ്പിഡ് പ്രൊഫൈൽ എൻ്റെ എന്നത്തെയും പോലെയുള്ള ഒരു ഇംബാലൻസ്ഡ് ലിപ്പിഡ് പ്രൊഫൈലായിട്ട് മാറിയിട്ടുണ്ട്. ഞാനൊരു ലോ കാർബ് ഹൈ ഫാറ്റ് ഡയറ്റാണ് കഴിക്കുന്നത്. എൻ്റെ കാലറീസ് ഫ്രം കാർബോഹൈഡ്രേറ്റ് കാലറീസ് ഫ്രം ഫാറ്റിനേക്കാളും വളരെയധികം കുറഞ്ഞാണ് ഞാൻ കഴിക്കുന്ന ഡയറ്റിലുള്ളത്. അതാണല്ലോ LCHF. കീറ്റോ ലെവലിൽ ഞാൻ സ്ഥിരമായിട്ട് കീറ്റോയിൽ അല്ല. അപ്പോൾ എനിക്ക് ഈ എങ്ങനെ എൻ്റെ ലിപ്പിഡ് പ്രൊഫൈൽ എന്തായി എന്ന് വെച്ചാൽ, എൻ്റെ കൊളസ്ട്രോൾ 228 ആയി. അതെനിക്ക് അതിൽ മുകളിലും വന്നിട്ടുള്ള അവസരങ്ങളുണ്ട്. HDL 38, LDL 166, ട്രൈഗ്ലിസറൈഡ്സ് 124, VLDL 25. ഇതിൽ മാറ്റർ ഓഫ് കൺസേൺ എന്ന് പറയുന്നത് ടോട്ടൽ കൊളസ്ട്രോൾ 200 വരെയാണ് വരാം എന്നുള്ള റേഞ്ച് അവർ റെഫറൻസ് റേഞ്ച് കാണിച്ചിരിക്കുന്നത്. 150-ൽ താഴുന്നതും നല്ലതല്ല, 200-ന് മുകളിൽ പോകുന്നതും നല്ലതല്ല എന്നാണ് ലാബ് റിസൾട്ടിൽ കാണിക്കുന്നത്. അതുപോലെ LDL 50 to 150 എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ 166. കഴിഞ്ഞ പ്രാവശ്യം 150-ൽ താഴെയായിരുന്നു. ടോട്ടൽ കൊളസ്ട്രോൾ 200-ലും താഴെയായിരുന്നു. അപ്പോൾ മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ ഒരു ഭാഗമായ ഹൈ ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ സാധിച്ചു എങ്കിലും മറ്റൊരു ഭാഗമായ ഹൈ ലിപ്പിഡ്സ് കുറയ്ക്കുവാൻ സാധിച്ചിട്ടില്ല. എനിക്കൊരിക്കലും അത് വളരെയധികമായിട്ട് 300 ഒന്നും ആയിട്ടില്ല എങ്കിലും ഈ റേഞ്ചിൽ തന്നെ ആയിരുന്നു നേരത്തെ. ആ റേഞ്ച് തന്നെ ഇപ്പോഴും എനിക്ക് ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഡയബറ്റീസിൻ്റെ ഞാൻ എൻ്റെ കിഡ്നി ഫങ്ഷൻ, റീനൽ ഫങ്ഷൻ, ലിവർ ഫങ്ഷൻ, തൈറോയ്ഡ് ഫങ്ഷൻ ഒക്കെ ടെസ്റ്റ് ചെയ്തു. അത് ചെയ്യാൻ കാരണം ഈ കൊളസ്ട്രോൾ കൂടുകയാണെങ്കിൽ തൈറോയ്ഡ് ഫങ്ഷൻ കുറഞ്ഞാൽ കൊളസ്ട്രോൾ കൂടും എന്ന് പറയുന്നത് കൊണ്ട് അതും കൂടെ കണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. ഇതെല്ലാം നോർമൽ റേഞ്ചിൽ തന്നെയാണ്. അപ്പോൾ ഇനി എൻ്റെ കൺസേൺ എങ്ങനെ എൻ്റെ കൊളസ്ട്രോൾ കുറയ്ക്കാം. ഫാറ്റ് അധികം കുറയ്ക്കാൻ പറ്റുകയില്ല, പക്ഷേ ഫാറ്റിൻ്റെ പ്രൊഫൈൽ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഞാൻ കഴിക്കുന്ന ഫാറ്റ് മിക്കവാറും കുറേ നെയ്യിൽ നിന്നും, വളരെയധികമല്ലെങ്കിലും മെയിനായിട്ട് തേങ്ങയിൽ നിന്നുമാണ്. അപ്പോൾ അതെല്ലാം പൂരിത കൊഴുപ്പുകളാണ്. അപ്പോൾ ഇനി തേങ്ങയിൽ നിന്നുള്ളത് കുറച്ച്, അല്ലെങ്കിൽ നെയ്യ് ഒരു ദിവസം കഴിക്കുമ്പോൾ കോൺഷ്യസ് ആയിട്ട് ഈ പൂരിത കൊഴുപ്പുകൾ കുറച്ചിട്ട് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ആഡ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഫ്ലാക്സീഡ് ഓയിൽ ക്യാപ്സ്യൂൾസാണ് ഒമേഗ 3 ഉപയോഗിച്ചിരുന്നത്. മത്സ്യം ഇടയ്ക്കൊക്കെ കഴിക്കുമെങ്കിലും. അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പോൾ ഞാൻ ഫിഷ് ഓയിൽ സപ്ലിമെൻറ്റ്സ് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഉപയോഗിക്കാമെന്ന് വിചാരിക്കുന്നു. അതാണ് ഒമേഗ 3 കൂട്ടുക, പൂരിത കൊഴുപ്പുകൾ കുറയ്ക്കുക. മൂന്നാമതായിട്ടുള്ള മെത്തേഡ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ് എക്സസൈസ്. ഇപ്പോൾ ഞാൻ ഒരു എക്സസൈസ് എന്ന നിലയ്ക്ക് ഒന്നും ചെയ്യുന്നില്ല. വീട്ടിൽ ജോലികൾ ചെയ്യുകയും മുകളിൽ കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വളരെ ആക്ടിവിറ്റി ഉണ്ട്, പക്ഷേ എക്സസൈസ് ഇല്ല. അപ്പോൾ എക്സസൈസും ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ നടക്കാനൊക്കെ പോകുമ്പോൾ എനിക്ക് മുട്ടുവേദനയൊക്കെ വന്നതുകൊണ്ടാണ് പോകാഞ്ഞത്. അപ്പോൾ എനിക്ക് ടെറസയിലൊക്കെ കുറച്ച് നേരം അവരുടെ നോംസ് അനുസരിച്ച് 30 minutes എ ഡേ ഫോർ 5 days a week. അതിൽ ആ 30 minutes 10 minutesൻ്റെ 3 സ്റ്റെപ്പായിട്ടും ചെയ്യാം എന്നാണ് അവർ പറയുന്നത്. പിന്നെ അല്ലാതെ സ്ട്രെങ്ത് ട്രെയിനിങ് അറ്റ്ലീസ്റ്റ് 3 days a week. അപ്പോൾ ചെറിയ വെയിറ്റ് വെച്ച് ഞാൻ ചെയ്യുമായിരുന്നു. അപ്പോൾ ചെറിയ വെയിറ്റ് വെച്ച് നമ്മുടെ ബോഡി വെയിറ്റ് വെച്ചിട്ടുള്ള ചില എക്സസൈസസും ഒക്കെ വേണമെങ്കിൽ അതും ചെറിയ തോതിൽ തുടങ്ങാം. അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ ഒരു സൈക്കിൾ ഇവിടെ ഉണ്ട്, അത് വെച്ച് അതിൽ എക്സസൈസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ചെറിയതായിട്ട് തുടങ്ങി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കുറേശ്ശെ കൂട്ടി മിനിമം ലെവലിൽ കൊണ്ടുവന്നിട്ട് 6 മാസം കഴിഞ്ഞോ അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞോ ഈ ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ചെയ്യാം. HbA1c 6 മാസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യാം എന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ തൈറോയ്ഡ് ഫങ്ഷൻ ലോ അല്ല, അത് ഇറ്റ് ഈസ് ഓൺ ദ ലോവർ റേഞ്ച് ഓഫ് ദ നോർമൽ. പക്ഷേ എനിക്ക് ഈ കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഈ മാർഗ്ഗങ്ങളേ ഉള്ളൂ. 1, പൂരിത കൊഴുപ്പുകൾ കുറയ്ക്കുക. 2, എക്സസൈസ് കൂട്ടുക. 3, അതിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒമേഗ 3 ഉള്ളതും പിന്നെ ഒലിവ് ഓയിലും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ഫൈബർ ധാരാളം കഴിക്കുന്നുണ്ട്. ഓട്സ് പോലെയുള്ള ഫൈബർ അല്ല, ഇനി
വെജിറ്റബിൾസിൽ നിന്നുള്ള ഫൈബറാണ് മെയിനായിട്ട് ഫൈബർ. അപ്പോൾ സോളിബിൾ ഫൈബർ, പയറൊക്കെ കുറച്ച് കഴിക്കുന്നുള്ളൂ. അപ്പോൾ സോളിബിൾ ഫൈബേഴ്സ് കൂട്ടുക എന്നുള്ള വേറൊരു സ്റ്റെപ്പും കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതും കൂടെ ചെയ്യാം. അപ്പോൾ 4 സ്റ്റെപ്സാണ്. 1 എക്സസൈസ്, 2 പൂരിത കൊഴുപ്പ് കുറയ്ക്കുക, 3 ഒമേഗ 3 കൂട്ടുക, 4 സോളിബിൾ ഫൈബേഴ്സ് ആഡ് ചെയ്യുക, 5 അപ്പോൾ 5 സ്റ്റെപ്സ് ഉണ്ട്. EVO എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ആഡ് ചെയ്യുക. ഇത് ഇനിയും 6 മാസമോ 1 വർഷമോ കഴിഞ്ഞ് ഞാനിത് എക്സാമിൻ ചെയ്യുന്നുള്ളൂ. ഇത് ഡേഞ്ചറസ് എന്ന് പറയത്തക്കതായിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. BP യും ബ്ലഡ് ഷുഗർ കൺട്രോളും, BP നോർമൽ, ബ്ലഡ് ഷുഗർ കൺട്രോൾ വെൽ വിതിൻ പ്രിസ്ക്രൈബ് ലിമിറ്റ്സ്. അപ്പോൾ ഇതാണ് പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ എക്സസൈസും ഡയബറ്റീസും തമ്മിലുള്ള ബന്ധത്തിനെക്കുറിച്ചും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് അടുത്ത വീഡിയോയിൽ. അതിൽ കുറേ കൂടെ എനിക്ക് മനസ്സിലാക്കാനുണ്ട്. നന്ദി, നമസ്കാരം.